പ്രിയപ്പെട്ട കുട്ടികളെ സുപ്രഭാതം. 1999 റൊമേനിയൻ ഗണിതശാസ്ത്ര മത്സരത്തിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ചോദ്യം ഇതാണ്: n ഒരു പോസിറ്റീവ് പൂർണ്ണസംഖ്യയാണെന്ന് കരുതുക. Sn, Sn+1, എക്സെട്ര Sn+37 ഇവയൊന്നും 11 നിശേഷം ഹരിക്കുന്നില്ലെന്നും കരുതുക. എങ്കിൽ n-ൻ്റെ ഏറ്റവും ചുരുങ്ങിയ വില എത്ര? ചോദ്യം ഞാൻ ആവർത്തിക്കാം. n ഒരു പോസിറ്റീവ് പൂർണ്ണസംഖ്യയാണ്. Sn, Sn+1, എക്സെട്ര Sn+37 ഇവയൊന്നും 11ൻ്റെ ഗുണിതങ്ങളല്ല. അതായത് ഈ സംഖ്യകളെ ഒന്നും 11 നിശേഷം ഹരിക്കുന്നില്ല. എങ്കിൽ n-ൻ്റെ ഏറ്റവും ചുരുങ്ങിയ വില എത്ര? കുഞ്ഞുങ്ങളെ, തന്നിരിക്കുന്ന സംഖ്യകളിൽ ആദ്യത്തെ 9 എണ്ണം കണക്കാക്കുക. അതായത് n, n+1, n+2, എക്സെട്ര n+8 ഇവയിൽ ഒന്നിൻ്റെ പോലും അവസാനത്തെ അക്കം 0 ആവില്ലെന്നാണ് ആദ്യം തെളിയിക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടെ പറഞ്ഞോട്ടെ, ഇവയിൽ ഒന്നിൻ്റെ പോലും അവസാനത്തെ അക്കം 0 ആവില്ല. ഈ വാദമുഖം ശരിയല്ലെന്നിരിക്കട്ടെ. അതായത് മേൽപ്പറഞ്ഞ 9 സംഖ്യകളിൽ ഒരെണ്ണത്തിൻ്റെ അവസാനത്തെ അക്കം 0 ആ സംഖ്യയെ ആൽഫ എന്ന് വിളിക്കുക. ആൽഫ, ആൽഫ+1, ആൽഫ+2, എക്സെട്ര ആൽഫ+9 എന്ന സംഖ്യകൾ കണക്കാക്കുമ്പോൾ ഒന്നുകിൽ എസ് ആൽഫ കോൺഗ്രുവൻ്റ് 1 mod 11, അല്ലെങ്കിൽ എസ് ആൽഫ+1, എസ് ആൽഫ+2, എക്സെട്ര എസ് ആൽഫ+9 എന്നിവയിൽ ഒരെണ്ണമെങ്കിലും 11ൻ്റെ ഗുണിതം എന്ന നിഗമനത്തിൽ നാം എത്തിച്ചേരും. പക്ഷേ ചോദ്യം പ്രകാരം എസ് ആൽഫ+1, എസ് ആൽഫ+2, എക്സെട്ര എസ് ആൽഫ+9 എന്നിവയെ ഒന്നും 11 നിശേഷം ഹരിക്കുന്നില്ല. അതുകൊണ്ട് എസ് ആൽഫ കോൺഗ്രുവൻ്റ് 1 mod 11. അതാണ് സമവാക്യം 4. ഇതേ വാദഗതി ആവർത്തിച്ചാൽ എസ് ആൽഫ+10 കോൺഗ്രുവൻ്റ് 1 mod 11, എസ് ആൽഫ+20 കോൺഗ്രുവൻ്റ് 1 mod 11 എന്ന നിഗമനങ്ങളിൽ നാം എത്തിച്ചേരും. ആൽഫ 0 എന്ന അക്കത്തിലാണല്ലോ അവസാനിക്കുന്നത്. അതുകൊണ്ട് എസ് ആൽഫ+9 കോൺഗ്രുവൻ്റ് 10 mod 11 ആയേ തീരൂ. അതായത് എസ് ആൽഫ+10 നിന്നും എസ് ആൽഫ+9 കുറച്ച് കിട്ടുന്ന സംഖ്യ കോൺഗ്രുവൻ്റ് 2 mod 11. നമുക്കറിയാം ആൽഫ 0 എന്ന അക്കത്തിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് ആൽഫ+9 9 എന്ന അക്കത്തിൽ അവസാനിച്ചേ തീരൂ. അത് അവസാനിക്കുന്നത് n 9കളിലാണെങ്കിൽ എസ് ആൽഫ+10 സമം എസ് ആൽഫ+9 + 1 - 9n. അതാണ് സമവാക്യം 9. സമവാക്യം 9ലേക്ക് ഒരിക്കൽ കൂടെ നോക്കൂ. എസ് ആൽഫ+10 = എസ് ആൽഫ+9 + 1 - 9n. ഇതിൽ നിന്ന് എന്ത് നിഗമനത്തിലാണ് നാം എത്തിച്ചേരുന്നത്? n കോൺഗ്രുവൻ്റ് 6 mod 11. അതാണ് സമവാക്യം 10. ഇതുപോലെ ആൽഫ+10 എന്ന സംഖ്യ 0 എന്ന അക്കത്തിൽ അവസാനിക്കുന്നതിനാൽ എസ് ആൽഫ+20 - എസ് ആൽഫ+19 കോൺഗ്രുവൻ്റ് 2 mod 11 ആണെന്നും m കോൺഗ്രുവൻ്റ് 6 mod 11 ആണെന്നും ഉള്ള നിഗമനത്തിൽ നാം എത്തിച്ചേരുന്നു. m എന്താണ്? ആൽഫ+19 അവസാനിക്കുന്ന m 9കളിലാണെങ്കിൽ. അപ്പോൾ 10ഉം 13ഉം നിങ്ങളൊന്ന് നോക്കുക. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്? ആൽഫ+9ഉം ആൽഫ+19ഉം 6 അതിൽ കൂടുതലോ 9കളിൽ അവസാനിക്കണം. അതായത് ആൽഫ+10ഉം ആൽഫ+20ഉം 6 അതിൽ കൂടുതലോ 0കളിൽ അവസാനിക്കണം. അതായത് ആൽഫ+10ഉം ആൽഫ+20ഉം രണ്ടും 10 ലക്ഷത്തിൻ്റെ ഗുണിതങ്ങളായിരിക്കണം. ഇത് അസാധ്യമാണല്ലോ. 10ൻ്റെ വ്യത്യാസമുള്ള രണ്ട് സംഖ്യകൾ എങ്ങനെയാണ് രണ്ടും 10 ലക്ഷത്തിൻ്റെ ഗുണിതങ്ങളായിരിക്കുക? ഇത് അസാധ്യമാണ്. അതായത് സമവാക്യം 1ൽ നാം പറഞ്ഞത് നാം തെളിയിച്ചു കഴിഞ്ഞു. എന്താണ് സമവാക്യം 1ൽ നാം പറഞ്ഞത്? ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. n, n+1, n+2, എക്സെട്ര n+8 ഇവയിൽ ഒന്നിൻ്റെ പോലും അവസാനത്തെ അക്കം 0 ആവില്ല എന്നാണ് നാം തെളിയിച്ചിരിക്കുന്നത്. അതായത് n+9ൻ്റെ അവസാനത്തെ അക്കം 0 ആയിരിക്കണം. n+19ൻ്റെ അവസാനത്തെ അക്കവും 0 ആയിരിക്കണം. ഇതിൽ നിന്ന് n+19 - 1 11ൻ്റെ ഗുണിതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് n+19 കോൺഗ്രുവൻ്റ് 1 mod 11. അതാണ് സമവാക്യം 17. അടുത്തതായി n+18 കോൺഗ്രുവൻ്റ് 10 mod 11 എന്ന് നമുക്ക് തെളിയിക്കാം. എങ്ങനെയാണ് നാം ഇത് തെളിയിക്കുക? പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ നോക്കൂ. Sn+10 = Sn+9 + 1
Sn+11 സമം Sn+9+2 അങ്ങനെ എക്സെട്ര ആകുമ്പം നേരത്തെ ഉള്ള അതേ വാദഗതി ഉപയോഗിച്ചാൽ ഒന്നുകിൽ Sn+9 കോൺട്രിബ്യൂൻ്റ് 1 മോഡ് 11, അല്ലെങ്കിൽ Sn+10, Sn+11 എക്സെട്ര Sn+18 എന്നിവയിലൊന്ന് കോൺട്രിബ്യൂൻ്റ് 0 മോഡ് 11. ഇതിൽ രണ്ടാമത്തെ സാധ്യത നിലനിൽക്കുന്നില്ലെന്ന് ചോദ്യകർത്താവ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് Sn+9 കോൺഗ്രുവൻ്റ് 1 മോഡ് 11 Sn+18 കോൺഗ്രുവൻ്റ് 10 മോഡ് 11 ഉള്ള നിഗമനത്തിൽ നാം എത്തിച്ചേരുന്നു. പക്ഷേ സമവാക്യം 15ലേക്ക് നോക്കൂ. n+18 അവസാനത്തെ അക്കം 9 ആണ്. അവസാന പി അക്കങ്ങളാണ് 9 എങ്കിൽ Sn+19 Sn+18 +1 - 9p. ഇതിൽ നിന്ന് എന്താണ് നാം നിഗമനത്തിൽ എത്തിച്ചേരുന്നത്? പി കോൺട്രിബ്യൂൻ്റ് 6 മോഡ് 11. അതായത് n+18 ഏറ്റവും ചുരുങ്ങിയ വില നാം കണ്ടെത്തി കഴിഞ്ഞു. എന്താണ് ചുരുങ്ങിയ വില? 9 9 9 9 9 9. അതായത് 6 9കൾ അടങ്ങിയ സംഖ്യ. അതുകൊണ്ട് എന്നിൻ്റെ ഏറ്റവും ചുരുങ്ങിയ വില എത്രയാണ്? 9 9 9 9 8 1. ഈ വില ചോദ്യകർത്താവിൻ്റെ എല്ലാ വ്യവസ്ഥകളും പാലിക്കുന്നു എന്നത് വ്യക്തമാണ്. അതായത് ചോദ്യകർത്താവിൻ്റെ നിബന്ധനകൾ പാലിക്കുന്ന എന്നിൻ്റെ ഏറ്റവും ചുരുങ്ങിയ വില 9 9 9 9 8 1 ആണെന്ന് സാരം. നന്ദി, നമസ്കാരം.